ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് പറയാനുള്ളത് ഒരു ചെറിയൊരു ടോപ്പിക്ക് നമുക്കിവിടെ എടുത്ത് തീർക്കാനുണ്ട്. അതായത് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്, ഈ ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത് എസ് ഓർ നോ ആണ്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ നൽകുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, എസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല എസ് എന്ന് പറയും അല്ലെങ്കിൽ നോ എന്ന് പറയും. ബൂളിയൻ വാല്യൂസ് രണ്ട് വാല്യൂസ് ആണ് ബൂളിയൻ വാല്യൂസ് ഉള്ളത്. ഒന്ന് ട്രൂ, അതുപോലെ തന്നെ എന്താണ് ഫോൾസ്. രണ്ട് വാല്യൂസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രൂവിന് 1 എന്ന് പറയും, ഫോൾസിന് നമ്മൾ എന്ത് പറയുന്നു 0 എന്നും പറയും. അപ്പോൾ ഇത് ജോർജ് ബൂൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ, എന്താ പറയുക, ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഇതിലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ബൂളിയൻ ആൾജിബ്ര എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി ലോ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു മാത്തമാറ്റിക് ഒരു ലോജിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഈ പറയുന്ന ബൂളിയൻ ആൾജിബ്രയിലേക്ക് എന്ത് ചെയ്തു, ബൂളിയൻ ആൾജിബ്ര ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇതിനെന്തെന്ന് വിളിക്കുന്നു, ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് എന്ത് ചെയ്യുന്നു വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് ബൂളിയൻ വാല്യൂസ് ഉള്ളത്, ഒന്നെന്താണ് ട്രൂവും ഫോൾസും. അപ്പോൾ ചില എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രൂ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റും, എസ് എന്ന് പറയാൻ പറ്റുന്ന, എസ് ഓർ നോ എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാൻ പറ്റുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ 0, അപ്പോൾ ട്രൂ എന്ന് പറയുമ്പോൾ 1ഉം ഫോൾസ് എന്ന് പറയുമ്പോൾ എന്താണ് 0യുമാണ്. അപ്പോൾ 0യും 1 എന്ന് പറയുന്നത് എന്താണ്, ബൂളിയൻ വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എസ് ഓർ നോ പറയുന്ന അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് പറയുന്ന ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അത്തരത്തിലുള്ള അതാണ് ആ ബൂളിയൻ വേരിയബിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ബൂളിയൻ ഓപ്പറേഷൻ ആൻഡ് ലോജിക്കൽ ഗേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 0യും 1ഉം ആണ്, അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ ഒക്കെ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ മസ്റ്റ് ബി കൺവേർട്ട്, എന്ത് ഡാറ്റ കൊടുത്താലും അതിനെ എന്താക്കി മാറ്റും, 0ഉം 1ഉം ആക്കി മാറ്റും, അല്ലേ. അപ്പോൾ ബൂളിയൻ അത്തരത്തിലുള്ള ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദീസ് ബൂളിയൻ വാല്യൂസ് ആർ കോൾഡ് ബൂളിയൻ ഓപ്പറേഷൻ. അത്തരത്തിലുള്ള ബൂളിയൻ വേരിയബിൾസിൻ്റെ മേലെ നടത്തുന്ന ഓപ്പറേഷനെയാണ് എന്ത് പറയുന്നത്, ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 3 ബൂളിയൻ ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. 3 ബൂളിയൻ ഓപ്പറേഷൻസ് ആണുള്ളത്. ഓർ എന്ന് പറയുന്നത് ലോജിക്കൽ അഡിഷൻ ആണ്, ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നോട്ട് എന്ന് പറയുന്നത് ലോജിക്കൽ നെഗേഷൻ ആണ്. ഫസ്റ്റ് 2 ഓപ്പറേറ്റേഴ്സ് റിക്വയർ 2 ഓപ്പറാൻഡ്സ്. ഓറും ആൻഡിനും എന്ത് വേണം, 2 ഓപ്പറാൻഡുകൾ വേണം. അതുപോലെ തന്നെ തേർഡ് റിക്വയർ ഓൺലി 1 ഓപ്പറാൻഡ്, ഒരൊറ്റ ഓപ്പറാൻഡ് മതി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ദ ബൂളിയൻ വേരിയബിൾ ആർ കോൺസ്റ്റൻ്റ് ആണ്. ദ റിസൾട്ട് വിൽ ബി ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ബൂളിയൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഒന്നിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പോൾ 3 ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, 3 ബൂളിയൻ ഓപ്പറേഷൻസ് ഉണ്ട്, ഓർ ആൻഡ് നോട്ട്. ഞാൻ നിങ്ങൾക്ക് അത് കൃത്യമായി പറഞ്ഞുതരാം, വഴിയിൽ വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ബൂളിയൻ വേരിയബിൾസ് ഏതൊക്കെയാണ്, 0 ഓർ 1 അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഓർ ആൻഡ് നോട്ട്. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെ മേലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഓറും ആൻഡ് നോട്ടും ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ പെർഫോം ദി ഓപ്പറേഷൻ വിത്ത് സം ഇലക്ട്രിക്കൽ സർക്യൂട്ട് കോൾഡ് ലോജിക്കൽ സർക്യൂട്ട്സ്. അപ്പോൾ കമ്പ്യൂട്ടർ ഈ പറയുന്ന ഓപ്പറേഷൻ നടത്തുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ലോജിക്കൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ലോജിക്കൽ സർക്യൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഈ ലോജിക്കൽ സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ആ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗേറ്റ്സ് എന്ന്. എന്താ പറയുക, ലോജിക്കൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണെന്ത്, ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൂളിയൻ ഓപ്പറേഷൻ നടത്താൻ നമുക്ക് എന്ത് വേണം, ഒരു ലോജിക്കൽ ഗേറ്റ്സ് വേണം. അപ്പോൾ ലോജിക്കൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻ ഓൺ 1 or more ലോജിക്കൽ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട്. എപ്പോഴും ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലോജിക്കൽ ഗേറ്റ്. അപ്പോൾ ലോജിക്കൽ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്, ഒരു ഫിസിക്കൽ ഡിവൈസാണ് ദാറ്റ് ക്യാൻ പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഓർ ആൻഡ് നോട്ട്. ഈ പറയുന്ന 3 ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ഡിവൈസ്, അല്ലെങ്കിൽ ഈ 3 ഓപ്പറേഷനിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്ന്, അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ, അല്ലേ. അതെന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഒന്നിലധികം ഇൻപുട്സിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ടിനെ നൽകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലോജിക്കൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ ലോജിക്കൽ ഗേറ്റ് ഉപയോഗിക്കാൻ നമ്മൾ ഡയോഡ്സ് ആണ്, ട്രാൻസിസ്റ്റേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ലോജിക്കൽ ഗേറ്റ്സ് ആർ പ്രിലിമിനറി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, യൂസിങ് ഡയോഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന
ലോജിക്കൽ ഗേറ്റ്സിന് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ചസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കും. ദർ ആർ 3 ബേസിക് ലോജിക്കൽ ഗേറ്റ്സ്. അപ്പോൾ സ്വിച്ച് ഉപയോഗിച്ചിട്ടോ ഡയോഡ്സ് ഉപയോഗിച്ചിട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ലോജിക്കൽ ഗേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ഡിവൈസ് ആണെന്ത്, ലോജിക്കൽ ഗേറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ടും 3 ഗേറ്റുകളുണ്ട്, ഓർ ആൻഡ് നോട്ട്. അതായത് ഓർ ഓപ്പറേഷൻ ചെയ്യാൻ ഓർ ഗേറ്റും, ആൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ ആൻഡ് ഗേറ്റും, നോട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നോട്ട് ഗേറ്റും. ഇപ്പോൾ ഓർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓർ ഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എപ്പോഴൊക്കെയാണ് നിങ്ങൾ അംബർല യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴൊക്കെ അംബർല ഉപയോഗിക്കും, നിങ്ങൾ ഈ ഒരു ടാബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൈനിങ്, സണ്ണി, നീഡ്. അതായത് റൈനിങ് ഇല്ല, മഴയില്ല വെയിലുമില്ല, അപ്പോൾ നമുക്ക് അംബർല വേണ്ട. മഴയില്ല പക്ഷേ വെയിലുണ്ട്, അംബർല വേണം. മഴയുണ്ട് വെയിലില്ല, അംബർല വേണം. മഴയുമുണ്ട് വെയിലുമുണ്ട്, അപ്പോഴും നമ്മൾ എന്താണ്, അംബർല വേണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് അംബർല വേണ്ടത്? ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുന്ന കേസിൽ നമുക്ക് എന്ത് വേണം, അംബർല വേണം. മഴയും വെയിലും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അംബർല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മഴ ഉണ്ടെങ്കിൽ നമുക്ക് അംബർല ഉപയോഗിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ ട്രൂ ആയിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് എന്ത് കിട്ടും, ട്രൂ കിട്ടും. ഏതെങ്കിലും ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് നമുക്ക് ട്രൂ കിട്ടും. അപ്പോൾ ഓർ ഓപ്പറേറ്ററിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ലോജിക്കൽ അഡീഷൻ ആണ്. ദ സിമ്പിൾ യൂസ്ഡ് ഫോർ ദിസ് ഓപ്പറേഷൻ പ്ലസ് ആണ്. ഏത് സിമ്പിളാണ് ഉപയോഗിക്കുക, പ്ലസ് സിമ്പിളാണ് ഓർ ഓപ്പറേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ എ ഓർ ബി എന്ന് പറയാം. എ ഓർ ബി ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ട്രൂ കിട്ടും. എ ഓർ ബി എന്നാണ് വായിക്കുക. അതായത് മഴ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കുട വേണം. അതല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കുട വേണം അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഔട്ട്പുട്ട് ട്രൂ കിട്ടും. അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഈസ് എ ടേബിൾ ദാറ്റ് ഷോ ബൂളിയൻ ഓപ്പറേഷൻ ആൻഡ് ദെയർ റിസൾട്ട്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ എന്താണ്, ബൂളിയൻ ഓപ്പറേഷനെയും അതിൻ്റെ റിസൾട്ടിനെയും കാണിക്കുന്നത്. ടേബിളിനെ പറയുന്ന പേരാണത് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ആ പോസിബിൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഈ ട്രൂത്ത് ടേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എം ഓപ്പറാൻഡ് ആൻഡ് എൻ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ എന്താണ്, 2m റോസ് ഉണ്ടാവും എന്നാണ് പറയണത്. ആൻഡ് m+n എന്തുണ്ട്, കോളംസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറാൻഡ്സ് ഉണ്ട്, ഒരു ഓപ്പറേറ്ററും എന്തുണ്ട്, ഒരു ഓപ്പറേറ്ററും 2 ഓപ്പറാൻഡും ഉണ്ട് വിചാരിക്കാം. ഒരു ഓപ്പറേറ്ററും 2 ഓപ്പറാൻഡും ഉണ്ട് വിചാരിക്കാം. അതാണ് 2m റോസ് ഉണ്ടാവും. m ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 4 റോ ഇല്ലേ, 1 2 3 4 റോ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, m+n കോളംസ്, n എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറേറ്റർ ഉള്ളൂ. അപ്പോൾ എത്ര കോളം ഉണ്ടാവും, 3 കോളം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ട്രൂത്ത് ടേബിളിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് 2m റോസും ഉണ്ടാവും, m+n എന്തുണ്ട്, കോളംസ് ഉണ്ടാവും. അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേഷൻ്റെ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാബുലാർ കോളത്തെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ സിമ്പലാണ്, സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വൈൽ ഡിസൈൻ ലോജിക്കൽ സർക്യൂട്ട്, ദ ഗേറ്റ് യൂസ് ടു ഇംപ്ലിമെൻറ്റ് ലോജിക്കൽ ഓർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് സിമ്പിൾ, ശ്രദ്ധിക്കുക. ഇതിനെയാണ് എന്ത് പറയുക, ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. എയും ബിയും പാസ് ചെയ്ത് നമുക്ക് A+B ഇവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ മറക്കരുത്, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ മറക്കാൻ ചോദിക്കും. അത് മാത്രമല്ല അതിൻ്റെ ഒരു സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ബാറ്ററിയാണ്. ഇത് രണ്ട് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാമ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരെണ്ണം ഓണായാൽ ലാമ്പ് എന്ത് ചെയ്യും, കത്തൂല്ലേ. ഇത് ഓണായി കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കത്തും. 2 ഓഫായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 2 സ്വിച്ചും ഓണല്ല, 2 സ്വിച്ചും ഓഫാണ്. അപ്പോൾ നമുക്ക് ആൻസർ ബൾബ് എന്തായി കിടക്കും, ഓഫായി കിടക്കും. ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബൾബ് ഓണായി കിട്ടും. അതാണെന്ത്, ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ എ എന്തുണ്ട്, 0 ആണ്. ബിയും 0 ആണെങ്കിൽ എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ എന്തുള്ളൂ, ആൻസർ 1 ആയി. ഏതെങ്കിലും ഒന്ന് എ 0 ആണ് പക്ഷേ ബി 1 ആയപ്പോൾ ആൻസർ 1 ആയി. എ 1 ആണ്, B 0 ആണ് പക്ഷേ 1 ആണ്. അപ്പോൾ എനി ഇൻപുട്ട്
ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. എ ഓർ ബിക്കകത്ത്, ഓറിനകത്ത് ഏതെങ്കിലും ഒന്ന്, എ ഓർ ബി ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്താൽ മതി? ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? ട്രൂ കിട്ടും. അതാണ് ഓർ എന്ന് പറയുന്നത്. ഇത് 3 ഓപ്പറേഷൻ വെച്ചിട്ടാണ്. 3 ഓപ്പറേഷൻ വെച്ചിട്ടാകുമ്പോഴും 0 ആവുന്ന ഒരൊറ്റ സമയത്ത് മാത്രമേ 0 ആവുള്ളൂ. ഏത് സമയത്താണ്? 3 ഇൻപുട്ട് വരുമ്പോഴും ഒരൊറ്റ സമയത്ത് മാത്രമേ 0 ആവുള്ളൂ, റിസൾട്ട് 0 ആവുള്ളൂ. 3 ഇൻപുട്ടും 0 ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്ത് കിട്ടും? എനി ഇൻപുട്ട് അല്ലേ, എനി സ്റ്റേറ്റ്മെൻറ്റ് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. അതാണ്. അപ്പോൾ ലോജിക്കൽ ഓറിൻ്റെ സിമ്പിൾ ഓർത്ത് വെക്കുക, ട്രൂത്ത് ടേബിൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഓർ എന്ന് പറയുന്നത് എന്താണ്? എ ഓർ ബി എന്ന് പറയാം. എയോ ബിയോ ട്രൂ ആയിക്കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? ട്രൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയണത് ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡിൻ്റെ കേസ് പറയുമ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഹോട്ടൽ, നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഹോട്ടലും വേണം, പൈസയും വേണം, എന്നാലേ ഫുഡ് കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ മണി ഉണ്ട്. പക്ഷെ അവിടെ ഹോട്ടലില്ല, നമുക്ക് ഫുഡ് കിട്ടുമോ? ഇത് രണ്ടും ഇല്ല, നമുക്ക് ഫുഡ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. മണിയും വേണം, അതുപോലെ തന്നെ എന്തും വേണം? ഹോട്ടലും വേണം. അപ്പോൾ അത് 2 കേസും ട്രൂ ആകുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ആൻസർ എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തുള്ളത്. ഹോട്ടലുണ്ടായാലും ഹോട്ടലും ഇല്ല, മണിയില്ല, നമുക്ക് ഫുഡ് കിട്ടുമോ? ഇല്ല. ഹോട്ടലില്ല, പൈസ ഉണ്ട്, ഫുഡ് കിട്ടുമോ? ഇല്ല. ഹോട്ടലുണ്ട് പക്ഷെ പൈസ ഇല്ല, ഫുഡ് കിട്ടുമോ? ഇല്ല. പക്ഷെ ഹോട്ടലും ഫുഡും ഉണ്ടെങ്കിൽ മാത്രമേ ഹോട്ടലും മണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫുഡ് കിട്ടുള്ളൂ. അതാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിട്ട് കാര്യമില്ല. 2 ഇൻപുട്ടും എന്ത് ചെയ്യണം? ട്രൂ ആയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ആൻസർ എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുള്ളൂ. അതാണ്. അപ്പോൾ എ ഓർ നമ്മൾ പറഞ്ഞു, ആൻഡ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡോട്ട് ഓപ്പറേറ്ററാണ്. ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്? ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ എ ആൻഡ് ബി എന്നാ പറയുക, മൾട്ടിപ്ലിക്കേഷനാണ്. എ ആൻഡ് ബി, എയും ബിയും ട്രൂ ആയാൽ മാത്രമേ ആൻസർ എന്ത് കിട്ടുള്ളൂ? ട്രൂ ആവുള്ളൂ. മനസ്സിലായോ? അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഗേറ്റ് ആണ് ഈ ഗേറ്റ്. ഇതാണ് ആൻഡ് ഗേറ്റ്. എയും ബിയും ട്രൂ ആയ ആൻസർ ട്രൂ ആയി കിട്ടും. നോക്കൂ നിങ്ങൾ, എ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ 0 ആണ്, ബി 0, ആൻസർ 0. എ 0 ആണ്, ബി 1 ആണ്, ആൻസർ 0. എ 1 ആണ്, ബി 0 ആണ്, ആൻസർ 0. എയും 1 ബിയും 1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇൻപുട്ട് 2 സ്വിച്ച് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബൾബ് കത്തുള്ളൂ. 2 സ്വിച്ച് ഇട്ടാൽ മാത്രമേ ബൾബ് കത്തുള്ളൂ. നോക്കൂ നിങ്ങളിവിടെ ഒരു സ്വിച്ച് ഉണ്ട്, വേറൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാൽ മാത്രം, എ എന്ന് പറയുന്ന സ്വിച്ച് ഇട്ടാൽ മാത്രം കത്തുമോ? ഇല്ല. ബി എന്ന് പറയുന്ന സ്വിച്ചും കൂടി ഇട്ടാലേ നമുക്ക് എന്ത് കത്തുള്ളൂ? ബൾബ് എന്ത് ചെയ്യുള്ളൂ? കത്തുള്ളൂ. അതാണ്. അതേപോലെ തന്നെയാണ് അത് 3 ഇൻപുട്ട് ആവുമ്പോഴും എന്താണ് സംഭവിക്കുക? 3 ഇൻപുട്ട് ആവുമ്പോഴും എയും ബിയും സിയും എന്താവണം? എയും ബിയും സിയും എന്താവണം? ട്രൂ ആയാൽ മാത്രമേ ആൻസർ എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്ന് എന്താണ്? ഫോൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടില്ല? ട്രൂ. അതായത് നമുക്ക് അതാണ് ആൻഡ് എന്ന് പറയുന്നത്. രണ്ടും വേണം. മറ്റേത് ഓറാണ്. ഏതെങ്കിലും ഒരു കേസ്, ഒന്നുമില്ല അത് മതി, അല്ലെങ്കിൽ ഇത് മതി, അങ്ങനെയാണ്. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ നമുക്ക് ആൻസർ ട്രൂ കിട്ടും. പക്ഷെ അതല്ല, ഇവിടെ എന്താണ്? രണ്ടും എന്താവണം? ട്രൂ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ട്രൂ കിട്ടുന്ന കേസാണെന്ത്? ആൻഡ് ഗേറ്റ്, ആൻഡ് ഓപ്പറേഷൻ. നെക്സ്റ്റ് പറയുന്നത് നോട്ട് ഓപ്പറേറ്ററാണ്. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. നോട്ട് ഓപ്പറേറ്റർ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് യു ജോഗ് എവറി ഡേ ഇൻ ദ മോർണിംഗ്, ക്യാൻ യു ഡു ഇറ്റ് എവറി ഡേ? ഇഫ് ഇറ്റ് റെയിൻ, ക്യാൻ യു ജോഗ് ഇൻ ദ മോർണിംഗ്? അല്ലേ? നമുക്ക് ചോദിക്കുന്നതാണ് റെയിനിങ്, നമ്മൾ എന്തില്ല? നമുക്ക് റെയിനിങ് ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ജോഗ് ഉണ്ട്. റെയിനിങ് ഇല്ലെങ്കിൽ, മഴ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോഗിങ് ഉണ്ടാവും. അതല്ല, മഴ ഉണ്ടെങ്കിൽ നമ്മൾ ജോഗ് ചെയ്യോ? ഇല്ല. അതാണ് സംഭവം. അതായത് എല്ലാ ദിവസവും നമുക്ക് ജോഗ് ചെയ്യാൻ പറ്റുമോ? ജോഗിങ്ങിന് പോകാൻ പറ്റുമോ? ഇല്ല. മഴ ഉണ്ടെങ്കിൽ നമ്മൾ പോവില്ല, മഴ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോകും. അതായത് ഒരൊറ്റ ഉണ്ടെങ്കിൽ ഇല്ല. അതായത് ഇവിടെ എ എന്താണ്? 0 ആണെങ്കിൽ എ എന്താണ്? എ നോട്ടാണ്. എ ആണ് ഇവിടെ ആണെങ്കിൽ ഇവിടെ എ നോട്ട്. എ 0 ആണ്, ഇവിടെ 1. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 0. അതാണെന്ത്? നോട്ട് ഗേറ്റ് എന്ന് പറയും. നോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഒരു മേലെ എന്ത് കൊടുത്താൽ മതി? ഒരു ഹൈഫൺ ഇട്ട് കൊടുത്താൽ മതി. ഒരു ക്യാപ്പ് വെച്ച് കൊടുത്താൽ, എ ക്യാപ്പ്, അല്ല ഒരു ബാർ ഇട്ട് കൊടുത്താൽ മതി.
അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഇതാണ്, അതിൻ്റെ ഗേറ്റ് ഇതാണ്, നോട്ട് ഗേറ്റ് ഇതാണ്. എ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 കിട്ടും. എ 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 കിട്ടും. അതിന് നെഗേഷനാണ്, ഇൻവെർട്ടറാണ്. എ നോട്ട് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻവെർട്ടർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണത്. നോട്ട് ഗേറ്റിൻ്റെ മറ്റൊരു പേര്, നോട്ട് ഗേറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? നോട്ട് ഗേറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇൻവെർട്ടർ. എന്താ പറയുക? ഇൻവെർട്ടർ. നോട്ട് ഗേറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇൻവെർട്ടർ. മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 3 ഗേറ്റ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, അതേപോലെ തന്നെ നോട്ട് ഗേറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. എ ഓർ ബി എന്നുള്ളത് ട്രൂ ആയിരിക്കും. ആൻഡ് ഗേറ്റ് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫാൾസ് ആയാൽ ആൻസർ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. കാരണം രണ്ട് ഇൻപുട്ടും ട്രൂ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓർ ഗേറ്റിനകത്ത് ആൻഡ് ഗേറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ ട്രൂ കിട്ടുള്ളൂ. നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതാണ് എന്ത്? ഈ പറയുന്ന ബൂളിയൻ ആൾജിബ്ര. അപ്പോൾ ഇതിൻ്റെ ഈ സിമ്പിൾസ്, ഈ എന്താ പറയുക, ഗേറ്റ് വരക്കാൻ ചോദിക്കും. അതിൻ്റെ സിമ്പിൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതായത് ഓറിൻ്റെ സിമ്പിളാണ് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ്. ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഇവിടെ എ കൊടുത്താൽ ഇവിടെ എ ബാർ കിട്ടും അല്ലേ? ഇവിടെ എ ബി, എ പ്ലസ് ബി. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്നല്ല പറയാം, എ ഓർ ബി എന്ന് പറയാം. എ ആൻഡ് ബി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രയാണ് ബൂളിയൻ ആൾജിബ്രയിലെ 3 ബൂളിയൻ ഓപ്പറേഷനും അതിൻ്റെ ലോജിക്കൽ ഗേറ്റ്സും. ഓക്കെ, നമുക്കിതിനകത്ത് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സർക്യൂട്ട്, ഒരു ലോജിക്കൽ ബൂളിയൻ എക്സ്പ്രഷൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ നമ്മളിത് പഠിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ സർക്യൂട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. ആ സിമ്പിൾ സർക്യൂട്ട് ഇതാണ്. നമുക്കൊരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ട്, എ ആൻഡ് ബി റെപ്രസെൻറ്റ് യൂസിങ് അല്ലേ? ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? എ പ്ലസ് ബി, എ ഓർ ബി റെപ്രസെൻറ്റിങ് യൂസിങ് ഓർ ഗേറ്റ്. ഇത് ഓർ ഗേറ്റ് ആണ് അല്ലേ? നോട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു എന്താണ്, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ എന്താണ്, ഒരു സർക്യൂട്ട് വരച്ച് നോക്കാം. എ നോട്ട് ഓർ ബി. എങ്ങനെയാണ് ഇത് വരക്കുക? ഈ സർക്യൂട്ട് വരക്കുക. എ നോട്ടാണ്. അപ്പോൾ എ നോട്ട്, ഏൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തു. എന്നിട്ട് ആ നോട്ട് ചെയ്ത് കിട്ടിയ ഏൻ എന്ത് ചെയ്യണം? ഓറാണ് ചെയ്യേണ്ടത്, ഓർ. അപ്പോൾ എന്ത് ചെയ്യണം? ഓർ അല്ലേ? ഓർ ബീനെ നേരിട്ട് തന്നെ പാസ് ചെയ്യാം. അതാണ് എ നോട്ട് ഓർ ബി. കണ്ടോ? സർക്യൂട്ട് ഡയഗ്രാം വരച്ച സിമ്പിളാണ്. നിങ്ങളോട് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ പറയും. ഇതിൻ്റെ ഈ പറയുന്ന എ നോട്ട് ഓർ ബി എന്ന് പറയുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ എന്താണ്? ഏനെ നോട്ട് ചെയ്യുക, ഏനെ ഇവിടെ പാസ് ചെയ്തു, ഏനെ നോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ബീനെ നേരിട്ടിട്ട് ഓർ ചെയ്യാൻ വേണ്ടി വിടുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു സർക്യൂട്ട് ഡയഗ്രാം നോക്കൂ. എക്സ് ആൻഡ് വൈ പ്ലസ് വൈ നോട്ട്. എക്സിനെയും വൈനെയും ആൻഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ കൂടെ, എക്സിനെയും വൈനെയും ആൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുക? വൈനെ നോട്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഓർ ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എക്സിനെയും വൈനെയും എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? ആൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വൈനെ നോട്ട് ചെയ്യുക. ആ 2 റിസൾട്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക? ഓർ ചെയ്യുക. ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് എങ്ങനെ വരച്ചു നോക്കാം? ആദ്യം എന്ത് ചെയ്തു? എക്സ് വൈ. അതിനെന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ആൻഡ് ചെയ്തു. എക്സ് വൈനെ ആൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വൈനെ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഒരു വൈനെ എടുത്തിട്ട് എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. വൈനെ നോട്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടിന് 2നെയും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓർ ചെയ്യാം. അതല്ലേ എക്സ് ആൻഡ് വൈ പ്ലസ് വൈ നോട്ട്. പ്ലസ് അല്ല, ഓർ എന്നാ വരും. സിമ്പിളാണ് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കൽ. സിമ്പിളാണ്, വെരി സിമ്പിളാണ്. ഇവിടെ വീണ്ടും ഒരു സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എ ഓർ ബി ആൻഡ്
എ നോട്ട് ഓർ ബി നോട്ട്. ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് തോന്നും. പക്ഷെ വെരി സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ആദ്യം എന്ത് ചെയ്യുക, എനെയും ബിനെയും എന്ത് ചെയ്യുക, ഓർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ഓർ ബി കിട്ടി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ എനെയും ബിനെയും എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് ഓർ ചെയ്യണം. അപ്പോൾ എനെയും ബിനെയും എടുത്തിട്ട് എന്ത് ചെയ്തു, എനെയും ബിനെയും എടുത്തിട്ട് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഓർ ചെയ്യണം. എനെയും ബിനെയും നോട്ട് എടുത്തിട്ട് ഓർ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കിട്ടിയ റിസൾട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആൻഡ് ചെയ്താൽ മതി. എ പ്ലസ് ബി, എ ഓർ ബി ആൻഡ് എ നോട്ട് ഓർ അല്ല എ നോട്ട് ഓർ പി നോട്ട്. വെരി സിമ്പിൾ. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സിമ്പിളാണ്. ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, ഇങ്ങനത്തെ സർക്യൂട്ട് ഡയഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. ഇത് സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വോയിസിൽ നിങ്ങൾ ചോദിക്കുക, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക എങ്ങനെയാണ് സാർ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കുന്നത്, ഞാനപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് പറയുന്ന യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട്. അതൊന്നും നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ എന്താ പറയുക, ഇത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകില്ല. കാരണം നമ്മുടെ നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്തൊന്നും യൂണിവേഴ്സൽ ഗേറ്റ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും യൂണിവേഴ്സൽ ഗേറ്റ്സ് നമുക്ക് പറഞ്ഞു പോകാം. നാൻഡ് നോർ ആർ കോൾഡ് എന്താണ്, യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. നാൻഡിനെയും നാൻഡ് ഗേറ്റ് ആൻഡ് എന്താണ്, ആൻഡ് നോർ ഗേറ്റ്സ് ആണ് എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയും. നാൻഡും നോറും രണ്ട് ഗേറ്റ് ആണുള്ളത്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്, നാൻഡും നോറും. യൂണിവേഴ്സൽ ഗേറ്റ് ഇസ് എ ഗേറ്റ് വിച്ച് ക്യാൻ ഇംപ്ലിമെന്റ് എനി ബൂളിയൻ ഫംഗ്ഷൻ വിത്തൗട്ട് യൂസിങ് എനി അതർ ഗേറ്റ്. മറ്റൊരു ഗേറ്റും ഇല്ലാതെ, ഓർ ഗേറ്റും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓർ ഗേറ്റിൻ്റെ പണിയെടുക്കാൻ പറ്റുന്നു. ആൻഡ് ഗേറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് ഗേറ്റിൻ്റെ പണിയെടുക്കാൻ പറ്റുന്നു. നോട്ട് ഗേറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ഗേറ്റിൻ്റെ പണിയെടുക്കാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട്, നാൻഡും നോറും ഉപയോഗിച്ചിട്ട്. അപ്പോൾ നാൻഡും നോറിനെ നമുക്ക് എന്ത് പറയാം, യൂണിവേഴ്സൽ ഗേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും എന്താണ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഓർത്ത് വെക്കുക. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഇതാണ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ആൻഡും ഒരു നോട്ടും കൂടിയതാണ്. ഒരു നാൻഡും അതായത് ആൻഡും ഒരു നോട്ടും കൂടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരിക. ശരിക്കും പറഞ്ഞാൽ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ആൻഡ് പിന്നെ ഒരു നോട്ട്. അതിനെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ വരക്കാം, ഇതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ പഠിച്ചു വെക്കാം. നോർ ഗേറ്റ് എന്താണ്, അപ്പോൾ എന്തായിരിക്കും, ഒരു ഓറും എന്തായിരിക്കും, ഒരു ഓറും ഒരു നോട്ടും കൂടിയതായിരിക്കും എന്ത്, ഈ പറയുന്ന നോർ ഗേറ്റ്. അപ്പോൾ എങ്ങനെ എഴുതുക, എങ്ങനെ വരക്കുക, ഇത്രയേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ത് ഈ പറയുന്ന നോർ ഗേറ്റ്. സോറി, അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയുക, നാൻഡ് ഗേറ്റും അതുപോലെ തന്നെ എന്താണ്, നോർ ഗേറ്റുമാണ്. നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ ഗേറ്റ് വിച്ച് ക്യാൻ ഇംപ്ലിമെൻറ്റ് എനി ബൂളിയൻ ഫംഗ്ഷൻ വിത്തൗട്ട് യൂസിങ് എനി അതർ ഗേറ്റ് ടൈപ്പ്. മറ്റൊരു ഗേറ്റും ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഏതൊരു ബൂളിയൻ ഫംഗ്ഷനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഗേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ബേസിക് സർക്യൂട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചു. 3 ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്. ഓക്കെ, എല്ലാ അതായത് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. പക്ഷേ ആൻഡിനകത്ത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിക്കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും എന്തായിരിക്കണം, ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആൻസർ ട്രൂ കിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് നോട്ട് ഗേറ്റ് ആകുമ്പോൾ എന്താണ് പറയുക, ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇൻപുട്ട് ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. ഇന്നെടുത്ത ക്ലാസ്സിനകത്ത്, ഈ ഒരു ക്ലാസ്സിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം.
ഇതിനകത്ത് കുറേ ലോസൊക്കെ പറയാനുണ്ടായിരുന്നു. ആ ലോസ് ഒന്നും കാര്യമായിട്ട് പഠിക്കേണ്ടതില്ല. ലോസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഫോക്കസ് ഏരിയക്കകത്തൊന്നും പറയുന്നില്ല. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ആ ലോസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് വരാം. നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പ്രശ്നമുള്ളത് നിങ്ങൾ വരിക. നിങ്ങൾ പഠിക്കുക മക്കളെ, നന്നായിട്ട് പഠിക്കുക, ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബൂളിയൻ ഓപ്പറേഷനകത്ത് ബൂളിയൻ വേരിയബിൾ 2 എണ്ണമാണെന്ന് പറഞ്ഞു. ട്രൂ ഓർ ഫോൾസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൂളിയൻ മറ്റേ ഓപ്പറേഷൻസ് നമ്മളെന്താണ്, ബൂളിയൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഓർ, ആൻഡ്, നോട്ട്. ഓക്കെ.